രാജശ്രീ ആദീസ് ഫീൽഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ ഡ്രൈ ചില്ലിയാണ്. വളരെ സ്വാദിഷ്ടമായ ഈ ചിക്കൻ ഡ്രൈ ചില്ലി തയ്യാറാക്കാൻ വളരെ കുറച്ച് ചേരുവകൾ മതി. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. ഇനി വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടു നോക്കൂ. 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ ബോൺസ് മാറ്റിയെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, ഒരു മുട്ടയുടെ വെള്ള, ഇത്രയൊന്ന് ആദ്യം മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ കോൺഫ്ലവർ, അര സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, എല്ലാം ഒന്ന് നന്നായി യോജിപ്പിച്ച ശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പാൻ ചൂടായി. അതിലേക്ക് റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ചെറിയ പീസുകളായതുകൊണ്ട് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡായിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ വറുത്തെടുക്കാം. മറ്റൊരു പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്ത എണ്ണയിൽ നിന്നും ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 4 പച്ചമുളക് അരിഞ്ഞത്, വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു കാപ്സിക്കം അരിഞ്ഞത്, ഇത്രയിട്ട് വഴറ്റാം. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. സോസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പുളിപ്പ് ഉപ്പും ബാലൻസ് ചെയ്യാനായിട്ട് 1/2 സ്പൂൺ പഞ്ചസാര ഇടാം. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അല്പസമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഉപ്പ് കുറവാണ്. ലേശം ഉപ്പ് ചേർക്കാം. സൂപ്പർ ടേസ്റ്റാണ് ഈ ചിക്കൻ ഡ്രൈ ചില്ലിക്ക്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, വലിയവർക്കും അതുപോലെ തന്നെ. ഇനി ഫ്ലെയിം ഓഫാക്കി ഇറക്കി വയ്ക്കാം. അങ്ങനെ ഡ്രൈ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഈ ഡ്രൈ ചില്ലി ചിക്കൻ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.